ജൂൺ 16 വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റജീസ്. ജനനം 1597 ജനുവരി 31 ഫ്രാൻസിൽ. മരണം 43-ാമത്തെ വയസ്സിൽ 1640 ഡിസംബർ 31 ഫ്രാൻസിൽ. മിഷണറിയും സാമൂഹിക പരിഷ്കർത്താവുമായി ദൈവത്തെ സേവിച്ച ഫ്രഞ്ച് ജസ്യൂട്ട് വൈദികനാണ് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റജീസ്. ധനികനായ ഒരു വ്യാപാരിയുടെ മകനായാണ് ജോണിൻ്റെ ജനനം. ബാല്യം മുതലേ ജസ്യൂട്ട് വൈദികരാണ് അധ്യാപകരായി ഉണ്ടായിരുന്നത്. ആയതിനാൽ തന്നെ ജസ്യൂട്ട് വൈദികരാൽ ആകൃഷ്ടനായി 18-ാം വയസ്സിൽ സെമിനാരിയിൽ ചേർന്നു. 1631 വൈദിക പട്ടം സ്വീകരിച്ചു. നിരവധി ഫ്രഞ്ച് പട്ടണങ്ങളിൽ മിഷണറിയായി സേവനമനുഷ്ഠിച്ചു. വിശ്വാസത്തോടുള്ള തീഷ്ണത തൻ്റെ പ്രസംഗങ്ങളിൽ പ്രതിഫലിച്ചിരുന്നു. തൽഫലമായിട്ട് ഫ്രഞ്ച് പ്രൊട്ടസ്റ്റൻറ്റുകളെന്ന് അറിയപ്പെടുന്ന ഹ്യൂഗനോട്ടുകൾ ഉൾപ്പെടെ നിരവധി പേർ കത്തോലിക്ക സഭയുടെ ഭാഗമായി പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിച്ചു തുടങ്ങി. സംഭാവനകളും സന്നദ്ധ പ്രവർത്തകരെയും സമന്വയിപ്പിച്ചുകൊണ്ട് സാമൂഹിക സേവനങ്ങൾ ആരംഭിച്ചതിൻ്റെ ഭാഗമായി ജയിലിലും പാവപ്പെട്ടവർക്കിടയിലും നഴ്സിംഗ് സേവനങ്ങൾ ഉൾപ്പെടുന്ന വലിയ ആത്മീയ ഭൗതിക പരിചരണങ്ങൾ അനേകം ആളുകൾക്ക് നൽകിപ്പോന്നു. വഴിപിഴച്ച് ജീവിക്കുന്ന സ്ത്രീകളെ കണ്ടെത്തി അവരെ പുനരധിവസിപ്പിച്ചു. 1640 ഡിസംബറിൽ ലാലോവെസ്ക് പട്ടണത്തിൽ വാർഷിക വിശ്രമത്തിനായി പോകുമ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്താൽ കഠിനമായ തണുപ്പ് അനുഭവിക്കാൻ ഇടയായിത്തീർന്നു. തൽഫലമായിട്ട് പ്ലൂറിസ് എന്ന രോഗം അദ്ദേഹത്തിന് പിടിപെട്ടു. ഡിസംബർ 31 ദിവസത്തിൻ്റെ ഭൂരിഭാഗം സമയവും ക്രൂശിത രൂപത്തിലേക്ക് നോക്കിക്കിടന്ന ഫാദർ ജോൺ അന്നേ ദിവസം വൈകുന്നേരം അവസാനമായി പറഞ്ഞു, നിൻ്റെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. ഒരു നിദ്രയിലേക്കെന്ന പോലെ കണ്ണുകളടച്ച ഫാദർ ജോൺ ഫ്രാൻസിസ് റജീസ് നിത്യവിശ്രമത്തിനായി വിളിക്കപ്പെട്ടു. ലാലോവെസ്കിലെ ആ ശവകുടീരം ഇന്ന് തീർത്ഥാടന കേന്ദ്രമായി വർത്തിക്കുന്നു. 1737 ഏപ്രിൽ 5 ക്ലെമന്റ് 12 മാർപ്പാപ്പ ഫാദർ ജോണിനെ വിശുദ്ധനായി നാമകരണം ചെയ്തു. എംബ്രോയ്ഡറി ജോലിക്കാരുടെയും ലേസ് നിർമ്മാതാക്കളുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും സ്വർഗീയ രക്ഷാധികാരിയാണ് വിശുദ്ധ ജോൺ ഫ്രാൻസിസ് റജീസ്. വചനം റോമ 12-ാം അധ്യായം 14-15 വാക്യങ്ങൾ. നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ, അനുഗ്രഹിക്കുകയല്ലാതെ ശപിക്കരുത്. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുവിൻ, കരയുന്നവരോട് കൂടെ കരയുവിൻ. വിചിന്തനം. സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്നും പൗരോഹിത്യത്തിലേക്ക് കടന്നു വന്ന ഫാദർ ജോൺ തൻ്റെ വിശുദ്ധമാർന്ന ജീവിതം നയിച്ചത് പാവപ്പെട്ടവരുടെയും സമൂഹത്തിലെ തിരസ്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. പലപ്പോഴും തൻ്റെ പ്രസംഗങ്ങൾ കഠിനമാണെന്ന് മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അദ്ദേഹം പറയും, എൻ്റെ വാക്കുകൾ ഒരു പാപിയുടെ മാനസാന്തരത്തിന് സഹായകമാവുന്നില്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ വിഫലമെന്ന്. വിശുദ്ധ ജോണിനെ പോലെ ദുഃഖിതരുടെ ദുഃഖത്തിലും സന്തോഷിക്കുന്നവൻ്റെ സന്തോഷത്തിലും പങ്കുചേരുവാൻ, ദൈവവചനാടിസ്ഥാനമാക്കി ജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരെ സാമൂഹിക ഉന്നമനത്തിനും ആധ്യാത്മിക ഉന്നമനത്തിനു വേണ്ടി നിരന്തരം ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കുകയും ചെയ്യാം.